സൗണ്ട് എല്ലാം ക്ലിയർ ആണോ? ഒന്ന് ഓക്കെ ഓക്കെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ 2 ടൈം സോണിലാണെങ്കിലും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവം ഈ പാഴ്മറ്റ് ഭൂമിയിൽ ഒരു അവസരം കൂടെ നമുക്ക് ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും എൻ്റെ കർത്താവിനെ ഞാൻ അർപ്പിക്കുകയാണ്. ഈ മീറ്റിങ്ങിനായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയ ആൻറ്റിയോടുള്ള പ്രത്യേകാലുള്ള വന്ദനവും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതും പ്രിയ ആൻറ്റി ആകയാൽ ദൈവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ആൻറ്റി ഓർപ്പിച്ചതുപോലെ നാളുകൾക്ക് മുൻപ് നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. പലവട്ടം ആൻറ്റി എന്നെ കോണ്ടാക്ട് ചെയ്തു എങ്കിലും കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രിയ പൈതനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു മാനപാത്രമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യൗവനക്കാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല ദൈവമക്കളെ. നാം എടുത്ത ഹല്ലേലൂയ ഇതേ പ്രമാണവും ഇതേ വെളിപ്പാടും അതേ തീവ്രതയിൽ അതിനേക്കാൾ ഒരു മടങ്ങ് ഹല്ലേലൂയ ശക്തിയോടെ അവരുടെ മേൽ കൈമാറ്റം ചെയ്യുന്നതാ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം. ആ പ്രിയ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഭാഗ്യം ചെയ്തവരാണ്. കർത്താവ് അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഇനിയും പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യത്തിന്റെ വാക്താവായി ദൈവം ആ പൈതനെ നിർത്തട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികം മുഖവര കൂടാതെ തന്നെ വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഡിവൈസിലുള്ള എല്ലാ ദൈവമക്കളും താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തിരശീലയുടെ മറവിൽ ഇരിക്കേണ്ട. എല്ലാവരും കഴിയുന്നിടത്തോളം ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അവർ കാരണം ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒത്തിരി റെസ്ട്രിക്ഷനൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ എക്സ്ക്യൂസ് ഉണ്ട്. അല്ലാതെ ലാസ്റ്റിൽ ദൂത് കേൾക്കാൻ വേണ്ടി മാത്രം സ്ക്രീൻ ഓൺ ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുക. നമുക്ക് സാഹചര്യം ഉള്ളവർക്കൊക്കെ നമുക്ക് മുഖം കണ്ട് തമ്മിൽ ശുശ്രൂഷിക്കുന്നതാ അത് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവിന് വേണ്ടി ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന ഓരോ സ്തുതി സ്തോത്രങ്ങളും ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, നമ്മൾ ഈ 10,000-വും ലക്ഷങ്ങളും മുടക്കി ഒരു കാളയും ഒരു മൂരിയും കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ വിലയുണ്ട് നമ്മുടെ സ്തോത്രത്തിനും നമ്മുടെ സ്തുതിക്കും നമ്മുടെ ആരാധനയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. വേഗത്തിൽ തന്നെ ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു തിരുവചനം ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാൻ പറ്റിയാൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എടുത്തു വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്പ പ്രയാസമാണ്. ആരെങ്കിലും പറ്റും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപകാരം. അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവുമാണ് ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിന് ഈ സന്ധ്യയിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈമാറിയിരിക്കുന്ന ദൂത്. നമുക്ക് ഒരുമിച്ച് വേദപുസ്തകം ഉള്ളവരെല്ലാവരും ആ വാക്യം ഒന്ന് എടുക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ വചനം വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും പ്രമാണിക്കുന്നതും എല്ലാം ഭാഗ്യാവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അപ്പോസ്തലനായ മതി ആൻറ്റി, വളരെ താങ്ക്സ്. അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ ആ സഭയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരു ലേഖനമല്ല, ചിതറിപ്പാർക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി എഴുതുന്ന പൊതുവിലുള്ള ഒരു ലേഖനമാണ് 1 പത്രോസും 2 പത്രോസിന്റെ ലേഖനങ്ങൾ. നമ്മൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്നത് കൊണ്ടും
ഹല്ലേലൂയ, ദൈവദാസിമാരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ, ലേഖനത്തിന്റെ വിവരണത്തിലേക്ക് ഞാൻ പോകുന്നതിനേക്കാൾ ഉപരി ഈ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പത്രോസിന്റെ നിര്യാണ കാലം അടുത്തിരിക്കുകയാണ്. സഭ വളരെ പീഡന കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എബ്രായ ലേഖനവും 1, 2 പത്രോസിന്റെ ലേഖനങ്ങൾ ക്രൈസ്തവ പീഡനത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷിക്തന്മാരാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. എബ്രായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്ന് പള്ളി വിട്ട്, പാരമ്പര്യം വിട്ട്, പട്ടക്കാരെ വിട്ട്, ന്യായപ്രമാണത്തെ വിട്ട് അവർ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ വലിയ പീഡനങ്ങൾ അരങ്ങേറുമ്പോൾ പലരും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ പുറകോട്ട് പിന്മാറിപ്പോകാനായിട്ട് അവർ ഹല്ലേലൂയ അതിനുവേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ എഴുതി കൊടുക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അതേ സമയത്ത് തന്നെ ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ തന്റെ നിര്യാണ കാലത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, അതാണ് ആ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുകയാൽ. പ്രൈസ് ദി ലോർഡ്. ആ പത്രോസിന്റെ നിര്യാണ കാലം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പത്രോസിന് ബോധ്യമായതുകൊണ്ട് ഹല്ലേലൂയ പത്രോസ് ചിതറിപ്പാർക്കുന്ന ദൈവമക്കളെ ഉറപ്പിക്കേണ്ടതിന് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കോണമെന്ന് അവരെ ആത്മാവിൽ ഉൾബോധിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ എഴുതപ്പെടുന്ന ലേഖനങ്ങളാണ് 1, 2 പത്രോസിന്റെ ലേഖനങ്ങൾ. അവിടെ പത്രോസ്, നമ്മൾ ഇന്ന് ധ്യാനത്തിന് ആധാരമായിട്ട് ദൈവം നമുക്ക് തന്ന വാക്യം, ഹല്ലേലൂയ, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. അതായത് പുതിയ നിയമസഭ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസി ഓരോ ദൈവമക്കളും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അതാണ് ഹല്ലേലൂയ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ സാധാരണ ഹല്ലേലൂയ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കേട്ടാലും ആ കേൾക്കുന്ന 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ആ വിഷയം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഈ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച, ഇന്ന് തിങ്കൾ ചൊവ്വ ആയതേ ഉള്ളൂ, എത്ര പേർക്ക് പാസ്റ്റർ പ്രസംഗിച്ചത് ഏത് പാർട്ടിൽ നിന്നാണ്, ഏത് വചനത്തിൽ നിന്നാണ് എന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ സങ്കീർത്തന ഭാഗത്തെ പ്രബോധനം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ പറയും, ഒരു 3/4% ആ വ്യക്തികളും ഓർത്തെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് പ്രായം ചെല്ലുമ്പോൾ അതിന്റെ വൈകല്യം കുറച്ചുകൂടെ കൂടും, മറവി കൂടുതലാ. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുള്ള ഹല്ലേലൂയ ഒരു പ്രതീകമാണ് മനുഷ്യർക്കുള്ളത്. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും എന്ത് ചെയ്യരുത്, മറക്കരുത്. നമ്മൾ മറന്നു പോകുന്നവരാണ്. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. ആ പത്രോസ് പറയുക, എൻ്റെ നിര്യാണത്തിന് ശേഷവും നിങ്ങൾ ഇത് ഓർക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുക, ഹല്ലേലൂയ, നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തുകൊള്ളുവാൻ നിങ്ങൾ ഉത്സാഹികളായിരിക്കണമെന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു ദൈവ പൈതൽ, പുതിയ നിയമ വിശ്വാസി, പുതിയ നിയമ ദൈവഭക്തൻ ഓർത്തിരിക്കേണ്ട, ഒരിക്കലും മറന്നു പോകാത്ത, ഹല്ലേലൂയ പോകരുതാത്ത 3 കാര്യങ്ങൾ ഹല്ലേലൂയ ഞാൻ നിങ്ങളുമായി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നാം ഓർക്കേണ്ട കാര്യം, നാം ആരായിരുന്നു എന്നൊരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നാം ആരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നാം ആരായിരുന്നു എന്നുള്ള ചിന്തയോട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. എന്നാൽ നമുക്ക് സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് തന്ന സമയത്തിന്റെ ഉള്ളിൽ തന്നെ വ്യക്തിപരമായ ആലോചനകൾ ദൈവം കൈമാറിയാൽ അതും ഇതിനിടയിൽ ഹല്ലേലൂയ ഞാൻ കൈമാറി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഒന്ന്, നാം ആരായിരുന്നു എന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ ആരംഭത്തിൽ ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1, 2 വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും
അനുസരണക്കേടിന്റെ ഒരു മിനിറ്റ് നിർത്തി ഒന്ന് വായിച്ച് സഹായിക്കണേ. അവിടെ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ എനിക്ക് ജീവനുണ്ടല്ലോ, പിന്നെ എങ്ങനെ മരിച്ചവരെന്ന് പറയുന്നത്? ഹല്ലേലൂയ. തിരുവചന ഭാഷയിൽ മരിച്ചവരെന്ന് പറയുന്നത് ഹല്ലേലൂയ ആത്മീക ഹല്ലേലൂയ ദൈവത്തിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത വ്യക്തികളെ മരിച്ചവരോടാണ് ഉപമിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിനക്ക് ജീവൻ ഉണ്ടെന്ന് പേര് ഉണ്ടെങ്കിലും നീ മരിച്ചവനായിരിക്കുന്നു. അതുകൊണ്ട് മരിച്ചവനെ, ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്ക, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ എന്ത് ചെയ്യും? ഉദിക്കും, നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോ വേദപുസ്തക ഭാഷയിൽ പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് പറയുന്നത് അവൻ മരിച്ചവനാ. അപ്പോ ജഡപ്രകാരം ഒരു ശാരീരിക മരണത്തെക്കുറിച്ച് ക്രിസ്തു ഭക്തനോട് ബന്ധപ്പെട്ട് ദൈവവചനം പറയുന്നത് അത് ഒരു ഉറക്കം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മരണം ക്രിസ്തു ഭക്തന് ഒരു ഉറക്കമാ. ഹല്ലേലൂയ. തെളിവുകൾ തരാം. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടന്ന അറിവ് കിട്ടി, കർത്താവ് പോയില്ല. മരിച്ചു എന്ന വാർത്ത കിട്ടി, കർത്താവ് പോയില്ല. 4-ാം ദിവസമായപ്പോ ഹല്ലേലൂയ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുക, നമുക്ക് ബെഥാനിയയ്ക്ക് പോകാം, കാരണം നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാ, അവനെ ഉണർത്താൻ നമുക്ക് പോകാം. അപ്പൊ ശാരീരികമായി ഒരു ഭക്തന്റെ മരണം സ്വർഗത്തിലെ ദൈവം നോക്കിക്കാണുന്നത് അതൊരു ഉറക്കം മാത്രമാണ്. നമ്മൾ ഒരുപാട് പേര് ശവക്കോട്ടയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് കാലാവസാനത്തിങ്കൽ എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറഞ്ഞ് പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ വിടവാങ്ങി. പക്ഷേ അവരോട് ബന്ധപ്പെട്ട് സ്വർഗം പറയുന്നത് ഒരു എഴുന്നേൽപ്പിന് വേണ്ടി അവർ ഉറക്കത്തില്ല, അവർ വിശ്രമത്തില്ല. ഹല്ലേലൂയ. ഇനി 2ാമത് യായിറോസിന്റെ മകൾ ഹല്ലേലൂയ മരിച്ചുപോയി. ആ ബാല മരിച്ചുപോയപ്പോ ഹല്ലേലൂയ വീട്ടിൽ നിന്ന് ആളയച്ച് പറഞ്ഞു, ഗുരുവിനെ അസംഖ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. കർത്താവ് പറയുകയാണ്, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ ചെയ്യുന്നത്. അപ്പോ ശാരീരിക മരണം ഉറക്കത്തോടാണ് തിരുവചനം എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ ഉദ്ധരിക്കുന്നത്. പക്ഷേ ഒരുവൻ പാപത്തിൽ തുടരുന്നവനെ കുറിച്ച് തിരുവചനം പറയുന്നത് മരിച്ചവനാണ്, അവന്റെ ഉള്ളിൽ ജീവനില്ല. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ഹല്ലേലൂയ പാപമോചനം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള പരിഹാരം പ്രാപിക്കുമ്പോഴാണ് അവനിൽ നിത്യജീവൻ, അതായത് വീണ്ടും ജനനം നടക്കുന്നത്. അപ്പോ ഞാനും നിങ്ങളും ആരായിരുന്നു? പാപത്താലും അതിക്രമത്താലും മരിച്ചവരായിരുന്നു. ആ 2ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മുൻപേ. ആ മുൻപേ എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ആരായിരുന്നു എന്നതിന്റെ വിവരണമാണ്. മുൻപേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മൾ മുൻപേ ആരായിരുന്നു? ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ മുന്നോട്ട് പോയവരായിരുന്നു. ചിലരെങ്കിലും നമ്മൾ ഒരു കാലത്ത് രാഗ്, ആണ്ട്, വാവ് ഹല്ലേലൂയ ഇത്യാദി ഹല്ലേലൂയ നാളുകളെ പ്രമാണിച്ച് അതിന്റെ അധിപതിയായ ദുഷ്ടപിശാചിന്റെ അധീനതയിലാണ് ഞാനും നിങ്ങളും ആയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും വിവരണം തരാം. അതിന്റെ 3ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ എല്ലാവരും, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൻപേ ഞാനും നിങ്ങളും ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ് ജഡമോഹങ്ങളിൽ നടന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജഡത്തിന് എന്താണ് ഇഷ്ടം അതിനനുസരിച്ചാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങിയത്, നമ്മൾ പോയത്, നമ്മൾ കണ്ടത്, നമ്മൾ പ്രവർത്തിച്ചത്. ഇതെല്ലാം നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു ഒരു കാലത്ത് ഞാനും നിങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. തീർന്നില്ല. 11ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടത്തെ ദൈവം തെരഞ്ഞെടുത്ത് അവരെ ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവം കണക്കാക്കി അവർക്ക് വേണ്ടി പ്രത്യേക പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ടി പ്രത്യേക കരുതൽ, അവർക്ക് വേണ്ടി പ്രത്യേക ഹല്ലേലൂയ വഴി, ഇതെല്ലാം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ജാതികൾ എന്നുള്ള ലിസ്റ്റിനകത്ത് പേർപെട്ടവരായിരുന്നു. ഹല്ലേലൂയ. അടുത്തത് അതിന്റെ 13ാമത്തെ വാക്യം, ഹല്ലേലൂയ നിങ്ങൾ മുൻപേ ദൂരസ്ഥരായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തം
രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. നമ്മൾ ഇസ്രായേൽ പൗരതയോട് അന്യരായി, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾക്കും നിയമങ്ങൾക്കും അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഞാനും നിങ്ങൾ ഓർത്തുകൊള്ളണം. നമുക്ക് ദൈവമില്ലാത്തവരായി മനസ്സിനനുസരിച്ച്, ജഡത്തിനനുസരിച്ച്, മനോവികാരങ്ങൾക്കനുസരിച്ച്, ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം നയിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. പത്രോസ് ആ കാലത്തെ പറയുക, മുൻപേ നമ്മുടെ അജ്ഞാത കാലത്ത്, ഹല്ലേലൂയ, നമ്മുടെ അറിവില്ലാത്ത കാലം, ദൈവത്തെ കുറിച്ച് അറിവില്ല, പാപമോചനത്തെ കുറിച്ച് അറിവില്ല, നിത്യജീവനെ കുറിച്ച് അറിവില്ല, നിത്യതയെ കുറിച്ച് അറിവില്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് അറിവില്ല, യാതൊന്നിനും ദൈവത്തോട് ബന്ധപ്പെട്ട് അറിവില്ലാത്തൊരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. പക്ഷേ പണ്ട് നമ്മൾ ഇരുട്ടായിരുന്നു, ഇരുട്ടിന്റെ അധീനതയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ ആ അധികാരത്തിൽ നിന്ന്, ഹല്ലേലൂയ, കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ, ഹല്ലേലൂയ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരിയായ ദുഷ്ടപിശാചിന്റെ അധീനതയിൽ ഞാനും നിങ്ങളും, ഹല്ലേലൂയ, മരിച്ചവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ അധീനതയിൽ കിടന്നപ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തോളം ഉന്നതനായിരുന്നവൻ സ്വർഗീയ മഹിമകളെ വേണ്ടെന്ന് വെച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനായി പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഗദസമന മുതൽ ഗോൽഗോഥ വരെ അനുഭവിച്ച പങ്കപ്പാടുകൾ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന എന്നെയും നിങ്ങളെയും അവന്റെ അവകാശികളായി, അവന്റെ പുത്രനും പുത്രിമാരും ആക്കി തീർക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മൾ, ഹല്ലേലൂയ, ഇതിനൊന്നിനും യോഗ്യതയുള്ളവരല്ല. പത്രോസ് തന്നെ വിവരിക്കുക, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന്റെ സ്വന്തം ജനം, വിശുദ്ധ വംശം. ഓ ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയെ ദൈവത്തിന്റെ സ്വന്തം ജനമായി, പുരോഹിത വർഗം, രാജകീയ കൂട്ടമായി ദൈവം അവരെ തെരഞ്ഞെടുത്ത സ്ഥാനത്ത് അവർ അവിശ്വസ്തരായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, ജാതികൾ എന്ന ലിസ്റ്റിനകത്ത് പേരെഴുതപ്പെട്ട് നരകത്തിന്റെ വിറകുകൊള്ളികളായി, പാപത്തിന്റെ അധീനതയിൽ അധികാരിയായ പിശാചിനെ സേവിച്ച് ദൈവമില്ലാത്തവരായി അതിന്റെ പിന്നാലെ പിൻഗമിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വിടുവിച്ച അവന്റെ വിശ്വസ്തതയെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ആരാധനകളെല്ലാം, ഹല്ലേലൂയ, അതിന്റെ പാറ്റേൺ എല്ലാം മാറിയിരിക്കുക. ഇന്നത്തെ ആരാധനകൾ, ഹല്ലേലൂയ, ആരാധിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഓരോരുത്തരും ആരാധന ലീഡ് ചെയ്യുന്നവർ ആരാധനയുടെ കൊഴുപ്പിന് വേണ്ടി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ ബന്ധനം അഴിയും, ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും, എന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊന്ന് ആരാധനയ്ക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനു വേണ്ടി അല്ല ഭക്തൻ ആരാധിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയൂ, ദൈവം തന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവം നമ്മെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, രോഗസൗഖ്യം കിട്ടിയില്ലേലും, വീട് കിട്ടിയില്ലേലും, ഹല്ലേലൂയ, കാറ് കിട്ടിയില്ലേലും, ഈ ലോകത്തിൽ നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒന്നും കിട്ടിയില്ലേലും, ഓലക്കീർ കുത്തിച്ചാരുന്ന കുടിലിൽ കിടന്നാലും നമ്മൾ ആരാധിക്കേണ്ട, ഹല്ലേലൂയ, കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് അവന്റെ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തത് ഓർക്കുമ്പോ, അവൻ എന്റെ അതിക്രമം മോചിച്ചത് ഓർക്കുമ്പോ, അവന്റെ മകനായി മകളാക്കി തീർത്തത് ഓർക്കുമ്പോ, എനിക്കൊന്നും കിട്ടിയില്ലേലും, ഹല്ലേലൂയ, ഏറ്റവും വലിയ ന്യായവിധിയായ അഗ്നി നരകത്തിൽ നിന്ന് എന്നെ വിടുവിച്ചത് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, കിട്ടാനുള്ള വിടുതലിന് വേണ്ടിയല്ല എന്റെ ദൈവം, ഹല്ലേലൂയ, ഉയർത്തിയതിന്റെ ആ വിടുവിച്ചവന്റെ വല്ലഭത്വത്തെ ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിന് നന്ദി പറയും, ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് വചനത്തിൽ നിന്ന് പറയുന്ന ഉദാഹരണം, അപ്പോസ്തലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി, ബന്ധനമൊക്കെ മാറി, അടിസ്ഥാനം ഇളകി. ദൈവമക്കളെ, ആ ആരാധനയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവൾ ചങ്ങല പൊട്ടാൻ അല്ല ആരാധിച്ചത്, കാരാഗ്രഹ
കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകാൻ അല്ല അവർ ആരാധിച്ചത്, ചങ്ങല വീടാൻ അല്ല അവർ ആരാധിച്ചത്, ഹല്ലേലൂയ വിടുതൽ വേണ്ടി അല്ല അവർ ആരാധിച്ചത്. അടിച്ചു തകർത്ത് മുറിപ്പാടുകളുമായിട്ട് ഹല്ലേലൂയ ശരീരത്തിൽ ഒരിറ്റു സുഖവുമില്ലാതെ ഹല്ലേലൂയ ആമത്തിനകത്ത് കാലും കൈയും ഇട്ടിരിക്കുമ്പോ ആത്മാവിൽ പൊങ്ങി വന്ന സ്നേഹം ഹല്ലേലൂയ അത് സ്തുതിയായി, സ്തോത്രമായി, ആരാധനയായി. ഹല്ലേലൂയ ഭക്തന്മാർ അങ്ങ് അക്കരെ ഉള്ള നിത്യതയെ ഓർത്തപ്പോൾ, ഹല്ലേലൂയ അവരെ ദൈവം വിടുവിച്ചത് ഓർത്തപ്പോൾ, അവരെ ദൈവം മാനിച്ചത് ഓർത്തപ്പോൾ, ഹല്ലേലൂയ ശത്രുവിന്റെ അധീനതയിൽ നിന്ന് അവരെ വിടുവിച്ചതോർത്തപ്പോൾ അറിയാതെ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആ ആരാധനയാണ് അവർക്ക് വിടുതലായി ഭവിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ബന്ധനം മാറാൻ വേണ്ടി അല്ല നിന്റെ ആരാധന. അവൻ നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചതിന്, അവൻ നമ്മളെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചതിന്, അവൻ നമ്മെ നിത്യതയിൽ ഹല്ലേലൂയ ആ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതി ചേർത്തതിനാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും ഒന്ന് നോക്കിക്കേ, നമ്മളോട് ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ കൂടപ്പിറപ്പുകളിൽ ചിലതിനെ ഒന്ന് നോക്കിക്കേ. അവരൊന്നും ഈ സത്യം വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് ദൈവമല്ലാത്തതിന് ഇന്നും സേവിച്ച് നടക്കുമ്പോ വല്ലാത്തൊരു പരിഭവ ഹൃദയത്തിലില്ലേ, ഒരു വേദനയില്ലേ, ഒരു വിങ്ങലില്ലേ? പക്ഷെ നമ്മെ വിടുവിച്ചത് ഓർക്കുമ്പോ എന്ത് കണ്ട് അപ്പയ്ക്ക് ആരാധന കൊടുത്തൂടാ? നന്മകൾക്ക് വേണ്ടിയുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല, വിടുതലിന് വേണ്ടിയുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. വിടുവിച്ചവനെ അവന്റെ മഹത്വം അറിഞ്ഞ് നീ ആരാധിക്കാൻ നിന്റെ മനസ്സും ശരീരവും ഹൃദയവും ഒരുപോലെ ഒരുക്കപ്പെടുന്നു എങ്കിൽ ഹാബേൽ ഒറ്റ ആരാധന ആരാധിച്ചോളൂ. പക്ഷേ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് തിരുവചനം എഴുതപ്പെട്ടു എങ്കിൽ നമ്മുടെ ആരാധന എന്തിനു വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബത്തിലെ കടം മാറാനാണോ നമ്മൾ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകാനാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ഇൻഡു മാർക്ക് അതിന്റെ മണ്ടക്കിട്ടിട്ട് ഹല്ലേലൂയ എന്നെ വിടുവിച്ച ദൈവത്തെ ഓർത്ത് ഞാൻ ഇനിയും ആരാധിക്കും. മോളി രാജൻ ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ആന്റിയോട് ദൂത് പറയുകയാണ്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുക. 2023 24 നീ കാത്തിരുന്ന ചില വിടുതലിന് വേണ്ടി അടകജന ഹൃദയം കൊതി, വല്ലാതെ ഹൃദയം വിങ്ങി. പക്ഷെ പരിശുദ്ധാത്മ പറയുക, ഒരുക്കപ്പെട്ടു, അരമുറിക്കോ. പരിശുദ്ധാത്മ പറയുക, 2025 5ാമത്തെ 6ാമത്തെ മാസം നിന്റെ കൂടാരത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ കരം തേജസ്സോടെ ഇറങ്ങി വരും, മഹത്വത്തോടെ ഇറങ്ങി വരും. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾക്ക് നീ ഒരു സാക്ഷിയായി മാറുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ആലോചന കൈമാറുകയാണ്. നിന്റെ ആരാധന വിടുതലിന് വേണ്ടി ആകരുതെന്ന് ആത്മാവ് ദൂത് പറയുക. നന്മകൾക്ക് വേണ്ടി ആകരുത്, ഉയർച്ചയ്ക്ക് വേണ്ടി ആകരുത്, മാന്യതയ്ക്ക് വേണ്ടി ആകരുത്. നിന്നെ തെരഞ്ഞെടുപ്പ് ഓർത്ത് നീ ദൈവത്തെ ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോട് ആലോചന ഇടപെടുന്നു. പിതൃഭവനത്തിനകത്തൊന്ന് തിരിഞ്ഞു നോക്ക്. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോ നിന്നെ തേടി വന്ന എന്റെ കരത്തിന്റെ മഹത്വം നീ ഓർക്കുന്നുണ്ടോ? ലാജാഗമ ശംദാനാദര ഹസ്കിയാദന ഹൽക്കേരിയ ഇന്ന് നീ നിൽക്കുന്നത് കൃപയാലാണെന്ന് പരിശുദ്ധ ആത്മാവ് ശക്തമായി ദാസിയെ നിന്നോട് ദൂതിടപെടുകയാ. വീഴുവാൻ തക്കവണ്ണം ശത്രു പലവട്ടം നിന്നെ തള്ളി. അതര ഖജനഘടകസ്യ കുടുംബത്തിനകത്തുള്ളതിനെ ചിലതിനെ ശത്രു കെണി ഒരുക്കി തകർത്ത് കളയുവാൻ ഉന്നം വെച്ചു. പക്ഷേ പരിശുദ്ധാത്മ പറയുക, വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ചിലതിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു എന്ന് പരിശുദ്ധ ആത്മാവ് ദാസിയോട് ദൂതിടപെടുകയാണ്. കഴിഞ്ഞ 7 മാസമായിട്ടുള്ള നിന്റെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. മകളെ, സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, എന്റെ ആത്മാവിനാൽ ചില വിഷയങ്ങൾ സമഭൂമിയാകുമെന്ന് ഇന്ന് സന്ധിയിൽ ആത്മാവ് ദാസിയോട് ദൂതിടപെടുകയാ. ആലയത്തിൽ വന്ന് ഹന്ന ആരെയും നോക്കാതെ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അടകജൽക്കന ന്യായപ്രമാണം അതുരാജകൽക്കന ദുർലഭമായിരിക്കുന്ന കാലത്ത് ഒരു ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദമായി എഴുന്നേറ്റതുപോലെ ഓ പരിശുദ്ധ ആത്മാവ് നിന്റെ കൂടാരത്തെ ദൃഷ്ടി വച്ചിരിക്കുകയോ. ആത്മാവ്
ചില വീര്യപ്രവർത്തികൾ നിനക്ക് വേണ്ടി ചെയ്തെടുക്കുകയാണ്. മനുഷ്യന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കണ്ട, ആത്മപരക സാഹചര്യങ്ങളെ നീ നോക്കണ്ട. വാക്കു പറഞ്ഞ കർത്താവിന്റെ മുഖത്തുനിന്ന് കണ്ണു പറിക്കാതെ അവനെ മാത്രം നീ നോക്കിക്കൊണ്ടിരിക്ക. അവന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് ഈ സന്ധ്യയിൽ ശക്തമായി ദൂതിടപെടുകയാണ്. ഇന്ന് നീ നിൽക്കുന്നത് കൃപയാലാണെന്ന് പരിശുദ്ധയാത്മാവ് വീണ്ടും ദൂത് കൈമാറുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കട്ടെ, എന്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുമെന്ന് ആത്മവിസന്ധിയിൽ ആലോചന കൈമാറുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ആരാധന നന്മകൾക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി ആരാധന ആരാധനയായി മാറരുത്. ദൈവം ചെയ്ത വിടുതലുകൾ നമ്മുടെ ആത്മാവിന് വേണ്ടി ചെയ്തത്, ഈ പുറംകൂടായ ജഡത്തിന് വേണ്ടി ചെയ്തതല്ല. അതൊക്കെ ദൈവത്തിന്റെ ദാനമാ. പക്ഷെ ദൈവം ചെയ്ത ഏറ്റവും വലിയ വിടുതൽ നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. ദൈവം ചെയ്തതിൽ വച്ച് ഏറ്റവും വലിയ വിടുതൽ. ഈ പുറംകൂടിന്റെ ആയുസ് 70, 80 വർഷം, ചിലർക്കത് 40, ചിലർക്കത് 10, ചിലർക്കത് 15. അത് ദൈവം നിശ്ചയിച്ച സമയം വരെ ഉള്ളൂ ഈ പുറംകൂടിന്റെ ആയുസ്. പക്ഷേ നിത്യ യുഗങ്ങൾ നിലനിൽക്കുന്ന ആത്മാവിനോട് ബന്ധപ്പെട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാനും നിങ്ങളും നന്ദി പറയേണ്ടത്. പൗലോസ് ആ പുറംകോടിനോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കിങ്ങനെയാണ്: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായ നിത്യ തേജസ് കിട്ടുവാൻ ഹേതുവാകുന്നു. ഓ ഹല്ലേലൂയ! 70 വർഷത്തെ കഷ്ടതയെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഇന്ന് പകൽ ദൈവവൈതലേ, നാം മറക്കരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത് ഞാൻ ആരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ ആരൊക്കെയോ ആയി. അതുകൊണ്ടാ ദൈവസന്നിധി വന്ന പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, ദൈവസന്നിധി വന്ന ഒന്ന് കൈയടിക്കാൻ പറ്റാത്തത്, ഒന്ന് ആരാധിക്കാൻ പറ്റാത്തത്, ഒന്ന് സ്തോത്രം പറയാൻ പറ്റാത്തത്. പാസ്റ്റർമാര് പറയുന്നത് ഒന്നുകൂടെ കണ്ണടച്ചു പാടാം, കൈ അടിച്ചു പാടാം. നമ്മൾ വിചാരിക്കുന്ന വേറെ ആരെ ഉദ്ദേശിച്ചെന്ന്. ഒരിക്കലല്ല, നമ്മളെ ഉദ്ദേശിച്ചത് തന്നെയാ ദൈവദാസൻ പറയുന്നത്. കാരണം എന്താ? ഒരു കാലത്ത് എനിക്ക് ആരാധന ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു, ഹല്ലേലൂയ കൈയടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരോ ആയെന്നൊരു തോന്നൽ. അതിന് ഹല്ലേലൂയ നല്ലൊരു ഉദാഹരണം ദാവീദ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന്, ഹല്ലേലൂയ കൊട്ടാരമുണ്ട്, ഹല്ലേലൂയ സുഖ സൗകര്യങ്ങളുണ്ട്, അത്യാധുനിക പ്രൗഢിയുണ്ട്, ആഡംബരമുണ്ട്. ആരെവിടെ എന്ന് വിളിച്ചാൽ സേവകന്മാർ ഓടി വരാനുണ്ട്, മുന്നടക്കാൻ ആളുണ്ട്, പിൻപിൽ പ്രൊട്ടക്ഷൻ ആളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നിട്ട് ഭക്തൻ പറയുന്ന വാക്ക്, ഞാനോ എളിയവനും ദരിദ്രനുമാണ്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും ആയെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് താഴ്ത്തി വെച്ചിട്ട് പറ, ഞാൻ എളിയവനും ദരിദ്രനുമാണ്. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റണം. ഞാൻ ആരായിരുന്നെന്ന് ഓർത്താൽ ഇന്ന് എന്തൊക്കെ ആയെന്നൊരു തോന്നല് അങ്ങ് ഹൃദയത്തിൽ നിന്ന് പൊക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ, കരുണയാ. ഹല്ലേലൂയ. നമ്മൾ ദൈവം അല്ലാത്തതിനെയൊക്കെ ദൈവമെന്ന് സേവിച്ച ഒരു കാലമില്ലേ? ഹല്ലേലൂയ. ഈ സുവിശേഷം നമ്മളെ തേടി എത്താതിരുന്നെങ്കിൽ എത്ര പേർ ഇന്ന് ഉലകിൽ കണ്ടേനെ ദൈവമക്കളെ. അതൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം. ഹല്ലേലൂയ. നിന്നെ ആരും ഏല ഇടണ്ട, ഹല്ലേലൂയ, ഒന്ന് ആരാധിച്ചെന്ന് പറയണ്ട. വന്നിരിക്കുമ്പോൾ തന്നെ ആനന്ദം കൊണ്ട് ഹൃദയം നിറയും, കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഹല്ലേലൂയ. ആരാധന സമയത്ത് കൈ താനെ അടിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ അറിയാതെ അതരത്തിൽ നിറഞ്ഞു തുളുമ്പും. അതിന് പറ്റുന്നില്ലെങ്കിൽ നിന്റെ വളർച്ച മുരടിച്ചു പോയെന്ന് ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയോ, നീ വന്ന വഴി മറന്നുപോയ വ്യക്തിയാ. അതുകൊണ്ട് എഫെസോസ് സഭയോട് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അന്ന് ആലയത്തിൽ ചെന്ന ഒരു വരി മുഴുത്തു പാടിക്ക് തീർക്കാൻ പറ്റില്ല, കാരണം ഹൃദയം വിങ്ങും. ഹല്ലേലൂയ. അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ചെന്നത്, ഹല്ലേലൂയ, ചെല്ലേണ്ടത് വൻ നരകമതിൽ തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടാൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം ആരായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്.
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എത്ര പേർക്ക് ഞാൻ ആയിരുന്ന ഇടത്തുനിന്ന്, മിസ്രൈമിന്റെ അടിമനുഖത്തിൽ നിന്ന്, ഓ ഹല്ലേലൂയ, മിസ്രൈം എന്ന പാപം എന്ന ഇരുമ്പുലയ്ക്കകത്തുനിന്ന് എന്റെ പ്രാണനാഥൻ എന്നെ തേടി വന്ന് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഓ ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ എന്നെ സ്നേഹിച്ചതാ. ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. ഓ ഞാനൊരു കാട്ടൊലിവായിരുന്നു. ഹല്ലേലൂയ. സ്വഭാവത്തിന് വിരോധമായ ഒരു കൊമ്പായിരുന്നു. പക്ഷെ അവന്റെ സ്നേഹത്താൽ എന്നെ വെട്ടിയെടുത്ത് സ്വഭാവത്തിന് വിരോധമായ നല്ല ഒലിവിന്റെ ഹല്ലേലൂയ പങ്കാളിയാക്കി തീർത്തു. അവന്റെ സ്നേഹത്തിന്റെ മുൻപിൽ എനിക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നാം ആരായിരുന്നു എന്ന് നമ്മൾ ഓർത്തോണം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കേട്ടോ. ആദ്യ സ്നേഹം ഹല്ലേലൂയ ഒന്നുകൂടെ നയവിറക്കണം. കർത്താവേ, ഞാൻ എവിടായിരുന്നു അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ നടന്നിരുന്നെങ്കിൽ, അങ്ങ് ഈ സുവിശേഷം എത്താതിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഈ ദൈവത്തെ കാണാതിരുന്നെങ്കിൽ, ഇന്ന് എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർത്താൽ ഹൃദയം ഒന്ന് താഴും. ഹല്ലേലൂയ. ഹൃദയം ഒന്ന് ഉടയും. അവന്റെ സ്നേഹത്തെ വിട്ടുപോകാൻ കഴിയത്തില്ല, അകന്നിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ശ്വാസം തന്നെ എന്റെ ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നാം ആരായിരുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പഴയ അവസ്ഥ, നമ്മൾ പഴയതിലേക്ക് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ്, അത് പിന്മാറ്റവാ. ഹല്ലേലൂയ. നമ്മൾ വന്ന ഇടം ഒന്ന് ഓർത്തോളാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നത്, ഇസ്രായേലേ, നിന്നെ മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോവയെ മറക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. ആവർത്തനം 8-ാം അധ്യായത്തിൽ പറയുന്ന വാക്ക്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് പൊന്നും വെള്ളിയും നിനക്ക് വർദ്ധിക്കുമ്പോൾ എന്റെ കഴിവും കരുത്തും ഇത് ഉണ്ടാക്കി എന്ന് പറയാതിരിക്കാൻ നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഇന്ന് പകൽക്കാലം നാം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും നാം ഓർത്തോണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നാം ആരാകുന്നു. ഒന്ന്, നാം ആരായിരുന്നു എന്ന് കൂടെ കൂടെ ഓർത്തോണം. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോ ഒക്കെ ഒരുപാട് പേര് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആന്റി, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കരയാൻ പറ്റത്തില്ല, മനസ്സങ്ങ് മരവിച്ചിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഹല്ലേലൂയ താക്കോല് എന്താണെന്നറിയോ കുഞ്ഞേ, നമ്മൾ തുടങ്ങിയ സ്ഥലം ഒന്ന് ഓർക്കണം, അവിടെ നിന്ന് തുടങ്ങണം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ മുട്ടുമടക്കി നിന്നുകൊണ്ട് ആ കർത്താവിനെ കാണുന്നതിന് മുൻപ് എവിടെ നിന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഓരോന്നോരോന്നും ഹൃദയത്തിന്റെ അകത്തളത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ അറിയാതെ നിന്റെ ഹൃദയം തകരും, നിന്റെ കണ്ണ് നിറയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് ഞെളിയാൻ പറ്റത്തില്ല ദൈവമക്കളെ. കാരണം ഞാൻ നിങ്ങൾ എവിടെ ആയിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. 2, ഇന്ന് നമ്മൾ ആരാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ മതി ആന്റി, ഒന്ന് നിർത്തി. ഹല്ലേലൂയ. അവിടെ നാം ഇപ്പോൾ ആരാകുന്നു എന്നൊരു ഓർമ്മ എനിക്ക് നിങ്ങൾക്കുണ്ടാകണം, അത് മറക്കരുത്. ഹല്ലേലൂയ. അവിടെ പറയുക, കാൺമീൻ, നാം ദൈവ മക്കളാകുന്നു എന്ന് എന്ത് ചെയ്യണം? ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഞാനും നിങ്ങളും കർത്താവിന്റെ മക്കളായത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും മക്കളാകുവാൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ മക്കളാണ് ഇപ്പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോ ആദ്യം വിളിക്കുന്ന അപ്പാ, യേശുപ്പാ. ഹല്ലേലൂയ. കാര്യം എന്താ? അവൻ നമുക്ക് അപ്പനാ, നാം അവന്റെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര വലിയ പദവി
നാം വിളിക്കുന്ന പിതാവിന്റെ ഹല്ലേലൂയ മഹത്വം എന്ന് അറിയണം. ആകാശത്തെ വെള്ളിക്കോൽ കൊണ്ട് അളന്നവനാ എന്റെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാ എന്റെ അപ്പൻ. ഹല്ലേലൂയ. സ്തോത്രം. പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി നോക്കുന്നവനാ ഞാൻ വിളിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. സ്തോത്രം. സമുദ്രത്തിന് പഞ്ചസാര മണലുകൊണ്ട് അതിരും വരമ്പ് നിശ്ചയിച്ചവൻ. ഇതുവരെ നിനക്ക് വരാം, ഇതിനപ്പുറത്ത് കടക്കരുത്. ദൈവമക്കളെ, അതിൻ്റെയൊക്കെ മഹത്വം നമ്മളൊന്ന് ഹൃദയത്തിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. സമുദ്രത്തിൽ ഞങ്ങൾ ഈ കൊല്ലത്ത് ഈ തീരദേശത്തോട് അടുത്താ. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ കടലിന് അടുപ്പം. ഹല്ലേലൂയ. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ വരുമ്പോൾ വലിയ വലിയ തിരമാലകൾ വന്നിട്ട് ഇവിടെ പണിതിരിക്കുന്ന റോഡെല്ലാം കൊണ്ടുപോകും. അപ്പൊ അവിടോട്ട് അങ്ങോട്ട് നമുക്ക് യാത്ര അനുവദിക്കത്തില്ല, വാഹനങ്ങളൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. പോലീസുകാർ വാരിക്കേടൊക്കെ വെച്ച് അവിടെ തടസ്സം ചെയ്യും. അങ്ങോട്ട് നോ എൻട്രി എന്നൊക്കെ പറയും. കാര്യം ആ തിരമാല വന്ന് ആ റോഡ് മൊത്തവും കൊണ്ടുപോയത് കൊണ്ടാ. അതിന് ഇവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടി സമരം ചെയ്തപ്പോ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പുളിമുട്ടി എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മൾ അടുത്തോട്ട് ചെന്ന് നിന്ന ഒരു 3 ആൾ പൊക്കത്തിന്റെ വലിപ്പമുണ്ട്. അത്രയും വലിയൊരു സാധനമാണ്, കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു സാധനം. അത് കൊണ്ടുവന്ന് ഈ തീരദേശം മൊത്തവും നിരത്തിയിട്ടും കഴിഞ്ഞ മഴ സീസണിൽ അത് കവിഞ്ഞ് തിരമാല വന്ന് വീടുകളെല്ലാം അടിച്ചു പറിച്ചോണ്ട് പോയി. അതിന്റെ അർത്ഥം ദൈവം ഇട്ടിരിക്കുന്ന അതിര് നോക്കിക്കൊണ്ടേ പഞ്ചസാര മണല മനുഷ്യൻ 3 ആൾ പൊക്കം വലിപ്പമുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള പുളിമുട്ടി ഇട്ടിട്ടും അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന അപ്പന്റെ വലിപ്പം എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, നമുക്ക് വരുന്ന രോഗങ്ങളൊന്നും ദൈവത്തിനൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. നമ്മളൊന്ന് ആത്മാവിൽ വിശ്വസിച്ച് ആ സൗഖ്യം ഒന്ന് ഏറ്റെടുത്താൽ മാത്രം മതി, വിടുതൽ ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും വലിയ കോപത്താൽ ഇരച്ച് കലങ്ങുന്ന ആ സമുദ്രത്തെ പഞ്ചസാര മണലുകൊണ്ട് അതിരിട്ടിരിക്കുന്ന ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ എത്ര മഹത്വമാ. ഈ ഭൂമിക്കകത്ത് മുഴുവനും പറന്നു നടക്കുന്ന ഈ പൊടിയ മുഴുവനും നാളിക്കകത്ത് കൊള്ളിക്കാൻ ശക്തിയുള്ളവനാ എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എന്റെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ മഹത്വം അറിഞ്ഞു വേണം ദൈവത്തിന് ആരാധന കൊടുക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞത്, അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, ശരീരം കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവിൻ. നമ്മള് ആരാധിക്കാൻ വന്ന അവരാരാധിക്കട്ടെ, ഞാനിങ്ങനെ ഹല്ലേലൂയ കേട്ടിരിക്കുക. നമ്മൾ പിന്നെ വളർന്നു മുറ്റി ഇനി ചിറക് മാത്രം കിട്ടിയാൽ നമ്മൾ പറക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ കുഞ്ഞേ, ഹല്ലേലൂയ, നമ്മളിപ്പൊ ടാറ്റ കാണിച്ച് എത്ര നല്ല ആരാധന, ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങി ആരാധന നടന്നാലും നമ്മൾ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം വളർച്ച തികഞ്ഞെന്നാ. ഇല്ല ദൈവമക്കളെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും മതി എന്നൊരളവ് നമുക്കില്ല. ഒന്നി കർത്താവ് വരണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോണം. ഇത് രണ്ടിൽ സംഭവിക്കുന്നത് വരെ ദിനം തോറും ആത്മീകൻ ശക്തിപ്പെട്ടോണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ കാഹളത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റൂ. നമ്മൾ വളർച്ചയെല്ലാം തികഞ്ഞിരിക്കുക. ഒരു 45-50 കഴിയുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയെന്നും പറഞ്ഞിരിക്കുക. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മൾ അവന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യം നമ്മൾ മറക്കരുത്. മക്കളെങ്കിൽ എന്തൊക്കെ കാര്യമാ ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവം നമുക്ക് കൈമാറിയിരിക്കുന്നത്. ഒന്ന് വായിക്കാം നമുക്ക്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:16 വാക്യം ഒന്ന് വായിക്കാം. 2:16. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16 വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമ്മൾ മക്കളാണ്. അപ്പൊ തന്നെ എന്റെ കർത്താവിന്റെ മനസ്സ് ചുമക്കുന്നവരാ.
ഓ സ്തോത്രം. ദൈവം തന്റെ ഹൃദയം ആർക്കാണ് കൈമാറുന്നത്? തന്റെ ഹൃദയം ചുമക്കുന്നവർക്ക് ദൈവം തന്റെ മനസ്സ് കൈമാറുന്നത്. ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചനം 3:6 പറയുന്നു, ദൈവം തന്റെ ഭക്തന്മാരെ മറച്ച് ഒന്നും ചെയ്യത്തില്ല. രഹസ്യങ്ങൾ മൊത്തവും ദൈവം ആരോട് പറയും? തന്റെ ഭക്തന്മാരോട് പറയും, തന്റെ മക്കളോട് പറയും. ഹല്ലേലൂയ. ഒരിക്കൽ സോദോം ഗോമോറയെ ഹല്ലേലൂയ തീ കൊണ്ട് നശിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുക. അവര് അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്ന് ഭക്ഷിച്ച് അങ്ങോട്ട് വാക്തത്വമൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോ ആ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനെ മറച്ച് ഞാൻ ചെയ്യുമോ? കാരണം എന്താ? ദൈവം ഹല്ലേലൂയ അബ്രഹാമിന്റെ സ്നേഹിതനാ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതരായി മാറിയാൽ, മക്കളായി മാറിയാൽ, അവന്റെ ഹൃദയം മൊത്തവും നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യും. ഓ ജീസസ്. കർത്താവിന്റെ മനസ്സറിയാൻ പറ്റുന്നില്ലെങ്കിൽ, മകൻ മകളെന്ന പദവിയിൽ കയറിയെങ്കിലും ആ കർത്താവിന്റെ ഹൃദയമായി മാറാൻ കഴിഞ്ഞിട്ടില്ല. ഓ സ്തോത്രം. ആ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് മക്കൾ. അപ്പന്റെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന എത്രയോ മക്കളുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അപ്പന്റെ മനസ്സുള്ള മക്കളാ. ഹല്ലേലൂയ. ഇനി ഈ മക്കളായവർക്ക് മറ്റൊരു പദവിയുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 പത്രോസ് 2:5. സോറി, 1 പത്രോസ് 2:5. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി ക്രിസ്തു യേശു മുഖാന്തരം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മിക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. മക്കളാണോ അടുത്ത പദവി? ആത്മിക ഗ്രഹമാ. ദൈവത്തിന്റെ ഭവനക്കാരാ ഞാൻ നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുക, നാം ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മിക ഗ്രഹമായി പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മൂലക്കല്ല് നമ്മുടെ കർത്താവാ. ബാക്കി അതിനോട് ചേർത്ത് പണിയുന്ന ജീവനുള്ള കല്ലുകളാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്ത പദവി റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത പദവി 12:5 റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും ക്രിസ്തുവിന്റെ ശരീരമാണ് അവന്റെ മക്കൾ. ഇപ്പൊ നമ്മൾ ആരാണെന്നുള്ളതാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കർത്താവിന്റെ മക്കളാണെങ്കിൽ 1 ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ, 2 അവന്റെ ഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള കല്ലായി അവനോട് ചേർത്ത് പണിയപ്പെടുന്ന ആത്മിക ഗ്രഹത്തിന്റെ ഭാഗമാ. 3 ക്രിസ്തുവിന്റെ ശരീരമാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലേ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? ഇപ്പൊ നമ്മുടെ ചർച്ചില് അടുത്തിരിക്കുന്ന ആളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല ഞാനും നിങ്ങളും. കാരണം നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ചർച്ചില് ഹല്ലേലൂയ നമ്മുടെ സൂസി ആന്റിക്ക് ഒരു പേര് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് സൂസി ആന്റി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. സൂസി ആന്റിക്ക് തലമുറയിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്ന് പറയുക, അവൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം അവൾ എങ്കിലേ ഒരു പാഠം പഠിക്കത്തുള്ളൂ. ഇങ്ങനെ പറയുന്ന മനോഭാവമാണ് എനിക്കും നിങ്ങൾക്കുമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല. ഉദാഹരണം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഒരു വിരലിന് ഒരു ചെറിയ മുറിവുണ്ടായാൽ എന്റെ ശരീരത്തിന്റെ അവയവമാണെങ്കിൽ എന്റെ ഉച്ചി മുതൽ ഉള്ളം കാല് വരെ ആ വേദന ഹല്ലേലൂയ അനുഭവിച്ചിരിക്കും.
നമ്മുടെ കൂട്ടവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ, ഒരു താഴ്ച വന്നാൽ, ഒരു ഇടിവ് സംഭവിച്ചാൽ അതിൽ കൈകൊട്ടി ആനന്ദിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ല, അതല്ല. ഹല്ലേലൂയ. അവരെ ഓടിച്ചെന്ന് താങ്ങാൻ, അവരുടെ ഇടിവിൽ ആശ്വാസ വചനങ്ങൾ പറയാൻ, ആ ഉൾക്കരുത്തില്ലാത്ത ഹൃദയത്തെ ഒന്ന് മുറിവ് കെട്ടാൻ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഓ ഹല്ലേലൂയ. കണ്ണിപ്പ പറയുക ഞാൻ ശരീരത്തിന്റെ അവയവമല്ല, അതുകൊണ്ട് ഞാൻ പ്രകാശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാര്യം കുഴയും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തലയാ, നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിന്റെ അവയവങ്ങളാ. അങ്ങനെയാണെങ്കിൽ മക്കളായി മാറിയ നമ്മൾ ഓരോരുത്തരും ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇനി ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം മക്കളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പദവി വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:2. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം മക്കളെന്ന പദവി പ്രാപിച്ച നമുക്കിനി ലഭ്യമാകാൻ പോകുന്നത് അവന്റെ മണവാട്ടി എന്നുള്ള പദവിയാണ്. ഇപ്പൊ നമ്മൾ മക്കളാണ്, അവന്റെ മനസ്സ് ചുമക്കുന്നവരാണ്, കർത്താവിന്റെ ആത്മീക ഗ്രഹമായി അവനോടൊപ്പം പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണ്. 3 ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. 4 ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്. ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്തിനു വേണ്ടിയാ? നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. നമ്മുടെ മണവാളൻ വരും, അവനോടൊപ്പം ഞാൻ പറന്നു പോകും. ആ മണിയറയ്ക്കകത്ത് മണവാട്ടി പദം അലങ്കരിച്ച് കോടാനകോടി വിശുദ്ധന്മാരോടൊപ്പം ഞാൻ നിൽക്കുമെന്നുള്ള പദവിക്ക് വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ഈ ഹല്ലേലൂയ ബദ്ധപ്പാടുകളൊക്കെ സഹിച്ച് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിന് മാറ്റിവെച്ച് മുൻപോട്ട് ജീവിതം നയിക്കുന്നത്? അതൊന്നും നഷ്ടമല്ല. നിശ്ചയമായി അധികം താമസവന് നമ്മുടെ കർത്താവ് വരും. നാം അവനോടൊപ്പം ആ കാന്തനുമായിട്ട് മണവാട്ടിയായി നാം വാഴും. ഹല്ലേലൂയ. ഓ ശരബനഗദര. നമ്മുടെ പ്രത്യാശ എന്തിനു വേണ്ടിയാ? ഇവിടെ വെട്ടിപ്പിടിക്കാനാണോ? ഇവിടെ നേടാനാണോ? ഇവിടെ സമ്പാദിക്കാനാണോ? ദൈവം പൈതലേ, അതെല്ലാം നഷ്ടത്തിന്റെ കണക്കിലായി പോകും കേട്ടോ. കിട്ടുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. കിട്ടുന്ന നന്മകൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവിടണം. നമ്മുടെ ആരോഗ്യം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. ലഭിക്കുന്നതെല്ലാം ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ നാം ചെലവിട്ടാൽ ഹല്ലേലൂയ പ്രതിഫലത്തിന്റെ അർഹരായി അവന്റെ മണവാട്ടിയായി ഹല്ലേലൂയ അവനോടൊപ്പം യുഗങ്ങൾ നാം വാഴുന്ന ഒരു അനുഭവം നമ്മുടെ മുൻപിൽ കാത്തിരിക്കുകയാണ്. മക്കളാണോ? കർത്താവിന്റെ മനസ്സുള്ളവരായി മാറണം. ഹല്ലേലൂയ. MC തോമസ് മറയൂർ എന്ന് പറയുന്ന ആ ഡിവൈസിൽ കാണുന്ന ആന്റിയോട് പരിശുദ്ധയാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. കുഞ്ഞേ, നീ എന്റെ മനസ്സ് ചുമക്കുന്നവളാണ്. പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് വ്യക്തമായി പറയുകയാണ്. പലപ്പോഴും നീ ഒറ്റപ്പെട്ട് നിലവിളിക്കുന്ന അനുഭവങ്ങൾ എന്റെ മുൻപിലുണ്ട്. കൂടെ ആരും ഇല്ലെങ്കിലും അടമാറകതൽക്കന് ഏകയായിട്ട് കഴിക്കുന്ന അപേക്ഷകൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നീ ഭാരപ്പെടുന്നത് എന്തിന്? ആത്മാവ് പറയുകയാണ്, അടമാറകതൽക്കന കുടുംബമായി അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തിനായി പരിശുദ്ധയാത്മാവ് നിന്നെ അരമുറുക്കുകയാണ്. പടയ്ക്ക് വേണ്ടി അണിയിച്ച് പാഞ്ഞു വരുന്ന ഒരു കുതിരയെ പിടിച്ചു നിർത്തുന്നത് പോലെ ശത്രുവും മനുഷ്യനും ഇട്ട ചില കൂച്ചുവിലങ്ങളെ പൊട്ടിച്ച് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചൊല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് പറയത്തക്ക വേണം ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ നിറവ്, ഒരു ജ്വലനം ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിൽ പരിശുദ്ധയാത്മാവ് ചിലതിന്റെ മേൽ കൈമാറുന്ന ദിനങ്ങളാണെന്ന് ആത്മാവ് ശക്തമായി ദാസിയെ നിന്നോട് ആലോചന പറയുകയാണ്. പണ്ടുള്ളത് നീ ഓർക്കേണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഇപ്പോൾ ഉള്ളത് നിരൂപിക്കേണ്ട, ഞാൻ പുതിയത് ചെയ്യാൻ പോകുകയാ.
അർദ്ധനാറകൽക്കനാദര പുഴുവായ യാക്കോബിന് അടമാറകതൽക്കന ശക്തിയേറിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർത്തതുപോലെ മലകളെ തകർത്തു നുറുക്കുവാൻ, കുന്നുകളെ തവിടുപൊടിയാക്കുവാൻ, തന്റെ മുൻപിൽ വഴി വെട്ടി നിരത്താൻ അടമാറകതൽക്കമനഘടകച്ചസിയ പുഴുവായവന് മെതിവണ്ടിയാക്കി തീർത്ത എന്റെ പ്രവൃത്തി നിന്റെ ഭവനതലത്തിൽ വെളിപ്പെടുമെന്ന് ദാസിയെ പരിശുദ്ധാത്മാവ് നിന്നോട് ശക്തമായ ആലോചന വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ ജഡത്തിൽ എന്റെ കരം വെളിപ്പെട്ടു വരും. നിന്നെ മാൻപേടയ്ക്ക് തുല്യമായ ശക്തി കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. നിന്റെ അര ഞാൻ മുറുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദാസിയോട് ദൂതിടപെടുകയാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ള പോലെ അടമാറകതൽക്കനാദര ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക വേണം ചില അസാധാരണമായ പ്രവർത്തിക്കായി പരിശുദ്ധാത്മാവ് ദാസിയെ നിന്നെ ഒരുക്കുകയാണ്. എന്താകും, എന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ മധ്യേ ഞാൻ നിന്നെ വലിച്ചെടുത്ത് മാനിച്ച വിധങ്ങൾ മറക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാ. ലഗജന ഹർഗമനികത്തുര പ്രതീക്ഷിച്ചവരെല്ലാം നിന്നെ കൈവിട്ട നാളുകൾ നിന്റെ ജീവിതത്തിലുണ്ട്. അതുനിയാ റഗൽക്ക ലഗജന മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ച നാളുകൾ നിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിന്നോടുള്ള എന്റെ പ്രസാദത്താൽ, എനിക്ക് നിന്നോട് പ്രിയമുള്ളത് കൊണ്ട് അറിയാത്ത വഴികൾ, അറിയപ്പെടാത്ത വ്യക്തികൾ, പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങൾ അനുകൂലമായി തീർന്നതായ പ്രവർത്തികൾ ദാസിയെ നിനക്ക് മറക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് ഈ തരുണത്തിൽ നിന്നോട് ചോദിക്കുക. ചെങ്കടലിൽ വഴി കണ്ടവളാ നീ. രക്ഷപ്പെടാൻ പഴുതില്ലാതെ ഇസ്രായേൽ ജനം ആ ചെങ്കടലിന്റെ തീരത്ത് നിന്ന് നിലവിളിച്ചതുപോലെ ഓടി രക്ഷപ്പെടാൻ പഴുതില്ല, പുറകോട്ട് പോകാൻ മാർഗമില്ല, മുൻപോട്ട് പോകാൻ വഴിയില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ നിന്നെ ഒതുക്കാൻ ശത്രു ശ്രമം നടത്തിയപ്പോൾ ഫറവോനിലും അവന്റെ രഥത്തിലും മഹത്വം വെളിപ്പെട്ടതുപോലെ നിനക്ക് വേണ്ടി ഞാൻ വെളിപ്പെടുത്തിയ എന്റെ മഹത്വം. എന്നാൽ പരിശുദ്ധാത്മ പറയുക, ഇതുവരെ വന്ന ഒരു നിലവാരമല്ല. ആത്മ പറയുന്ന അടുത്ത നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പോകുക. നീ ഒറ്റക്കല്ല, കുടുംബമായ ആ തലത്തിലേക്ക് ആത്മാവ് ഈ ദിവസങ്ങളിൽ നിന്നെ വേർതിരിക്കും. അർദ്ധനാറകൽക്കനം നീ പലർക്കൊരു അത്ഭുതമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് അക്കമിട്ട് ദാസിയോട് ആലോചന ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും പറയുക, പണ്ടുള്ളത് നീ ഓർക്കണ്ട, ഇപ്പോൾ ഉള്ളത് നിരൂപിക്കണ്ട, ഞാൻ പുതിയത് ചെയ്യും. നിന്റെ ജഡത്തിൽ എന്റെ അസാധാരണമായ ശക്തി വെളിപ്പെടും. അത് ബലഹീനതയിൽ കവിഞ്ഞു വരുന്ന വിടുതലായി മാറും, കൃപയായി മാറും. നീ കൈവക്കുന്ന ചിലതിന്റെ മേൽ സൗഖ്യങ്ങൾ നടക്കും. പരിശുദ്ധാത്മ പറയുകയാണ്, അസാധാരണമായ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി നീ നിന്നെ തന്നെ ശക്തീകരിക്കുവാൻ ഓ പരിശുദ്ധാത്മാവ് ദാസിയെ നിന്നോട് ആലോചന ഇടപെടുകയാണ്. തളർന്നു പോകാതെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ പ്രവൃത്തിക്കായി ഒരുങ്ങട്ടെ, ഞാൻ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നു, ഇന്നേക്കും 7ാമത്തെ ആഴ്ച ഒരു വലിയ വിടുതൽ നിന്റെ ഭവനത്തിൽ നടക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി തീയതി മുൻനിയമിച്ചു കഴിഞ്ഞു, മുൻകുറിച്ചു കഴിഞ്ഞു എന്ന് ആത്മാവ് ദാസിയോട് ദൂതിടപെടുകയാണ്. അത് ഹൃദയത്തിന് തണുപ്പായി, അടമാറകതന മനസ്സിന് ആനന്ദമായി മാറുന്ന വിടുതലായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദാസിയോട് ദൂതുണർത്തുകയാണ്. ഒരുക്കപ്പെടുക, പ്രാർത്ഥനയിൽ ശക്തീകരിക്കുക, നിന്നെ തന്നെ അരമുറുക്കുക, ഞാൻ കൂടെയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. റീഗൽ കാലമാനക ശബ്ദ റീബൽ പ്രബദന ഘടകചസ്യ അന്തുരക്ഷമാനിയാന്തര. പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസിയോട് വ്യക്തമായിട്ട് ആലോചന ഇടപെടുകയാണ്. മകള്, ഈ ദിനങ്ങളിൽ കുതിരപ്പടയോട് മത്സരിച്ചോടുവാൻ ഒരു പ്രത്യേക ബലം നീ ധരിച്ചോണം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, റഗൽക്കനാജകര കാലാളുകളോട് ഓടുന്ന നിലവാരം മതി, ഇനി കുതിരപ്പടയോട് മത്സരിച്ചോടുന്ന തലങ്ങളാ അടമാറകതൽക്കനാദി. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, സമാധാനമുള്ള ദേശത്ത് നിർഭയമായി
മൗനമായി ഇരുന്ന കാലം കഴിഞ്ഞു. ആത്മാവ് പറയുകയാണ്, യോർദാന്റെ തീരത്ത് കൃപയുടെ പുതപ്പെടുക്കാൻ സമയമായെന്ന് ദാസിയോട് പരിശുദ്ധ ആത്മാവ് ഈ സന്ധിയിൽ ശക്തമായ ആലോചന ഇടപെടുകയാണ്. ഏലിശ ചോദിച്ചതുപോലെ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് ചോദിച്ചവൻ അടമാറകൽക്കനാദര യജമാനൻ അവസാനിച്ചെടുത്തുന്ന് അടമാറകൽക്കന ദാസൻ തുടങ്ങിയതുപോലെ ഒരു ദൈവ പ്രവർത്തിക്കായി നിന്നെയും നിന്റെ കുടുംബത്തെയും ആത്മാവ് ഈ ദിവസങ്ങളിൽ നിയോഗിക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ശക്തമായി ദാസിയോട് ആലോചന ഇടപെടുകയാണ്. നീ നിന്റെ കുടുംബ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ചില പ്രത്യേക അടമനകൽക്കന ദൈവ പ്രവർത്തികൾ ഭവനതലത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ദാസിയോട് പരിശുദ്ധയാത്മാവ് ശക്തമായി ആലോചന വെളിപ്പെടുത്തുകയാണ്. എല്ലാവർക്കും കൊടുക്കുന്നതല്ല, ഒരു വെറൈറ്റി. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. വ്യത്യസ്തമായത് പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ കൈമാറ്റം ചെയ്യുന്ന നാളുകളാണ്. തലമുറപരമായിട്ട് 2 ഘട്ടങ്ങളായിട്ട് എന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചലിക്കും. പരിശുദ്ധാത്മ പറയുന്നു, ഒന്നാമത്തെ ഘട്ടം മാർച്ചിന്റെ ഒടുവിലോടുകൂടെയും 2ാമത്തെ ഘട്ടം സെപ്റ്റംബറിന്റെ ആരംഭത്തോടുകൂടെയും വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധയാത്മാവ് മകളെ നിന്നോട് ശക്തമായി ആലോചന ഇടപെടുന്നു. ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ എന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറക്കാൻ ഞാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് ഇന്ന് ഈ സന്ധിയിൽ വ്യക്തമായി ദാസി നിന്നോട് ആലോചന ഇടപെടുകയാണ്. കർത്താവേ, കാത്തിരുന്ന് അടമാറകൽക്കന മനസ്സ് മടുക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ കൂട്ടാളി എന്റെ ദാസന്റെ മേൽ ശുശ്രൂഷയുടെ അടുത്ത അടമൽക്കനാരകൽക്കനാദര വേദി പരിശുദ്ധാത്മ ഒരുക്കുകയാണ്. നീ ഭാരപ്പെടണ്ട. നിന്നെ ആക്കി വെച്ചതിന്റെ മഹത്വം പൂർണ്ണമായ തോതിൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ദാസിയോട് ശക്തമായ ആലോചന കൈമാറുകയാണ്. നിന്റെ മേൽ കത്തുന്ന ആ വെളിപ്പാട് ഉടമനാരകൽക്കന ഒരു ഓട്ടക്കളത്തിൽ ഓട്ടാടാൻ വേട്ടൻ കൈമാറുന്നത് പോലെ ചിലതിന്റെ മേൽ കൈമാറുവാൻ ഒരു പ്രത്യേക കൃപ നിന്റെ മേൽ പരിശുദ്ധയാത്മാവ് കൈമാറ്റം ചെയ്യുകയാണ്. ഒരു പൗലോസ് ഒരു നിജപുത്രനായ തിമത്തിയോസിനെ നിയോഗിച്ച് ആ പോർക്കളത്തിൽ പടനായകനായി നിയോഗിക്കുന്നത് പോലെ ചിലതിനെ ആത്മാവിൽ നിയോഗിക്കാൻ ഒരു കരുത്ത് പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും കൈമാറ്റം ചെയ്യുന്ന നാളുകളാണെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂതിടപെടുകയാ. നീണ്ട ചില ഉപവാസത്തിന് വേണ്ടി ഒരുക്കപ്പെടട്ടെ. അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക ഉണർവിന്റെ ഭാഗമാക്കി മാറ്റാൻ എനിക്ക് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നിന്നെ തന്നെ ഒരുക്കി നീണ്ട ചില ഉപവാസത്തിന്റെ വേദികൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് ദാസിയോട് ദൂതിടപെടുകയാണ്. ഇന്ന് ഹൃദയത്തിനകത്ത് ഞരങ്ങുന്ന വിഷയത്തിന് ആത്മാവ് പറയുകയാണ്, ഫെബ്രുവരി പിന്നിടുമ്പോ വിലാപം നൃത്തമായി തീർന്നു. രട്ടഴിച്ചവൻ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ അവന് സ്തുതി പാടേണ്ടതിനെന്ന് പറയത്തക്കവണ്ണം എന്റെ പ്രവൃത്തിയുടെ പ്രദർശനം നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധയാത്മാവ് ദാസിയോട് ശക്തമായിട്ട് ആലോചന ഇടപെടുകയാണ്. റികൽക്കന ചിലതിനെ തളർത്തിയിടാൻ, മാനസികമായി, ശാരീരികമായി, ആരോഗ്യപരമായി ഒതുക്കി തീർക്കാൻ ശത്രു വെല്ലുവിളി ഉയർത്തുമ്പോൾ, ശ്രമങ്ങൾ നടത്തുമ്പോൾ ആത്മാവ് പറയുകയാണ്, അടബാറകൽക്കന കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക, അര മുറുക്കുക, വഴി സൂക്ഷിച്ചു നോക്കുക. എന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കപ്പെടും. റികൽക്കന ശത്രുവിന്റെ മതിലിന്റെ മീതെ നീ പടരും. വില്ലാളികൾ പൊരുതിയ ഇടത്ത്, അൽഗരാജകന വില്ലാളികൾ വിഷമിപ്പിച്ച ഇടത്ത് അടമാറകതൽക്കമനഘടക യോസഫിന്റെ വില്ല് ബലത്തോടെ നിന്നതുപോലെ അത് യാക്കോബിന്റെ വല്ലഭന്റെ ഭുജത്താൽ ബലപ്പെട്ടതുപോലെ
എന്റെ പ്രവർത്തിക്കായി ഒരുക്കപ്പെടാൻ ദാസിയെ പരിശുദ്ധ ആത്മാവ് നിന്നോട് ശക്തമായ ആലോചന കൈമാറുകയാണ്. വില്ലാളികൾ മുഷിമിപ്പിച്ചെടുത്ത് അതരകര പൊരുതിയ ഇടത്ത്, തകർത്തു കളയുവാൻ പൊട്ടക്കുഴികൾ ഒരുക്കിയ ഇടത്ത്, കാരാഗ്രഹത്തിന്റെ അകത്തളം ഒഴുക്കിയ ഇടത്ത് ഫറവോന്റെ കൊട്ടാരത്തിന്റെ വേദി ഒരുക്കപ്പെട്ടതുപോലെ ഒരു മഹത്വം വെളിപ്പെടുകയാണ്. ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിച്ചരമുറുക്കാൻ ആത്മാവ് ദാസിയോട് ദൂതിടപെടുകയാണ്. കലങ്ങണ്ട, വിളിച്ചവൻ വിശ്വസ്തന, അവൻ നിന്റെ പടകിലുണ്ട്, തകരാൻ അവൻ സമ്മതിക്കത്തില്ല. ആശിച്ച ശുഭതുറമുഖത്ത് അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാണ്. ശത്രുവിന്റെ വെല്ലുവിളികൾക്കോ അടമന ദുഷ്ടന്റെ ആരവാരങ്ങൾക്കോ നിന്നെ തകർക്കാൻ പറ്റില്ല. ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന ഇടപെടുന്നു. കലങ്ങണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. ബീന എബ്രഹാം പരിശുദ്ധ ആത്മാവ് ദാസി എന്നോട് ഇടപെടുകയാണ്. നീ എല്ലാവർക്കും ഒരു ഉപകാരിയാണെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ആടകൽക്കന സമയം നോക്കത്തില്ല, ആരോഗ്യം നോക്കത്തില്ല, അടമനകൽക്കന സമ്പത്ത് നോക്കത്തില്ല. തന്നാലാവോളം അതുരാജകൽക്കന ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തു കൊടുക്കും. പക്ഷെ എല്ലാവരും ആവശ്യം കഴിയുമ്പോൾ അത് രാജകൽക്കനെ നിന്നെ ഒതുക്കി നിർത്തുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാണ്. ഭവനത്തിനകത്തും പുറത്തും എല്ലാ ഇടത്തും ചില ഒറ്റപ്പെടലുകൾ നീ അനുഭവിച്ച വ്യക്തിയാ. പക്ഷെ പരിശുദ്ധാത്മ പറയുക, എസ്തേറിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ. എസ്തേറിനെ കണ്ടവൾക്കൊക്കെ അവളോട് കൃപ തോന്നിയതുപോലെ പരിശുദ്ധാത്മ പറയുക, അസാധാരണമായ ഒരു കൃപയുടെ കൈമാറ്റം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മ പറയുക, ഇനി നീ പോകുന്ന ഇടത്തെല്ലാം താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്റെ പേരിനെ ഞാൻ പ്രസിദ്ധമാക്കും, നീ അനേകർക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ഇന്ന് ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചന ഇടപെടുകയാണ്. ശുഭകരമായ യാത്രയ്ക്ക് വിഘാതമായി ശത്രു വെച്ച ചില തടങ്കൽ പാറകളെ ഈ ദിവസങ്ങളിൽ ഞാൻ തകർത്തു മാറ്റും. പെട്ടെന്ന് നിനക്ക് വേണ്ടി ദൂതൻ ചില ഇടങ്ങളിൽ ഇറങ്ങി വന്ന് ചില തടസ്സത്തിന്റെ കല്ലുകളെ ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയും അതിന്റെ മഹത്വവും എന്തെന്ന് ഞാൻ നിന്നിലൂടെ വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദാസി എന്നോട് ആലോചന പറയുകയാണ്. നിന്നെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിന്റെ മഹത്വം എന്തെന്ന് വെളിപ്പെടാൻ പോകുകയാ. അടകജന കർത്താവിനെ കണ്ടതിന്റെ മഹത്വം എന്തെന്ന് പരിശുദ്ധാത്മാവ് നിന്നിലൂടെ വെളിപ്പെടുത്താൻ പോകുകയാ. പാർക്കുന്നത് മത്സരഗ്രഹത്തിലാണ്, പക്ഷേ യഗസ്കേലിനെ ഒരു പ്രവാചക ഗണത്തിലാക്കിയതുപോലെ ഒരു മഹത്വം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. ഒരുക്കപ്പെട്ട് അടകജൽക്കന ശക്തമായി ദൈവകരങ്ങളിൽ താണിരിക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന ഇടപെടുകയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. രാജു ഒമാൻ എന്ന് പറയുന്ന ഡിവൈസിലുള്ള പ്രിയാന്റിയോട് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാണ്. അർദ്ധാനകൽക്കനാജര ആശർ ഗോത്രത്തിലെ ഹന്നയെ പോലെ, ഫനുവേലിന്റെ മകളായ ഹന്നയെ പോലെ ദൈവാലയം വിട്ടുപിരിയാതെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവളെ പോലെ പരിശുദ്ധാത്മ പറയുകയാണ്. ആത്മിക തീഷ്ണതയോടെ ശുഷ്കാന്തിയോടെ നീ എന്റെ നാമത്തോട് കാണിച്ച തീഷ്ണത ഞാൻ മറക്കത്തില്ലെന്ന് ആത്മാവ് ദാസിയെ നിന്നോട് ദൂതിടപെടുകയാണ്. ആരെല്ലാം മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല കേട്ടോ. ആത്മാ പറയുക, നീ എനിക്ക് വിലയേറിയവളും മാന്യയുമാണ്. തളരുമ്പോ താങ്ങുന്നത് എന്റെ കരമ കേട്ടോ. പുറകോട്ട് നോക്കിയാൽ അർജുന പ്രശംസിക്കാൻ ഒന്നുമില്ലെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഇതെല്ലാം എന്റെ ദാനമല്ലാതെ നിനക്ക് എന്തെങ്കിലും പ്രശംസിക്കാൻ ഉണ്ടോ എന്ന് ആത്മാവ് ചോദിക്കുക.
കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതുരാജകൽക്കനന്റെ ജീവിതത്തിൽ വീണ ചില മൂടാപ്പുകൾ പരിശുദ്ധാത്മാവ് 2025 അടകജൽക്കനാരകട ഈ ദിനങ്ങളിൽ നിന്നിൽ നിന്ന് അടമജൽക്കനാജകര കാറ്റ് കടന്ന് ചില കാർമേഘങ്ങളെ തെളിവാക്കുന്നത് പോലെ വീണ് കിടക്കുന്ന ചില മൂടുമടങ്ങളെ എടുത്തു മാറ്റി ഒരു പ്രത്യേക നിലവാരത്തിൽ ആത്മാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും അടമജൽക്കന നിന്റെ തലമുറകളെയും പുറത്തു കൊണ്ടുവരുന്ന നാളുകളാണെന്ന് പരിശുദ്ധ ആത്മാവ് ശക്തമായി ദാസിയോട് ദൂത് വിളിച്ചു പറയുകയാണ്. മകളെ, കൂടെ വളർന്നവരെയും കൂടെ പഠിച്ചവരെയും കൂടെ കൂട്ടുകൂടിയവരൊക്കെ ഒന്ന് ഓർത്തു നോക്ക്. അവർക്കാർക്കും കിട്ടാത്തത് നീ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ കഴിവല്ല, കരുത്തല്ല, മിടുക്കല്ല, അടമാറകൽക്കന എന്റെ കരത്തിന്റെ പ്രവൃത്തിയാണെന്നുള്ളത് ജീവിതകാലം മുഴുവൻ നീ മറക്കരുതെന്ന് ആത്മാവ് ദൂത് പറയുക. ആരൊക്കെ ആരാധിക്കാതിരുന്നാലും നിനക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പരിശുദ്ധ നിന്നോട് ആലോചന പറയുകയാണ്. ആരൊക്കെ മറന്നാലും നിനക്കത് മറക്കാൻ പറ്റില്ല. ഒരപ്പന്റെ പാദപീഠം കെട്ടിപ്പിടിച്ചു കിടന്ന് ഒരു കുഞ്ഞു തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെ ജീവിതത്തിന്റെ മേച്ചൽ പുറത്ത് ദൈവത്തിന്റെ പാദപീഠം വിട്ടുമാറാതെ കെട്ടിപ്പിടിച്ചു കിടന്ന് പ്രാർത്ഥിച്ച് പ്രതികൂലത്തിന്റെ നടുവിൽ നീ അതിജീവിച്ച ദിനങ്ങളും നാളുകളും പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുകയോ. തീർന്നിട്ടില്ല കുഞ്ഞേ, നിന്നോട് നിന്റെ കുടുംബത്തോടുമുള്ള എന്റെ നിയമം ഞാൻ മറക്കത്തില്ല, ഞാനത് ഓർക്കും. അത് എന്നെക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ഉറപ്പിച്ചതാ. അത് മനുഷ്യർക്ക് ആർക്കും ദുർബലമാക്കാൻ പറ്റത്തില്ലെന്ന് ആത്മാവ് നിന്നോട് ദൂതിടപെടുകയാ. കുഞ്ഞേ, ഞാൻ നിർണയിച്ചത് ദുർബലപ്പെടുത്തുന്നവനാര്? എന്റെ കൈ നീട്ടിയാൽ അത് മടക്കാകുന്നവനാര്? ആത്മാ പറയുകയോ, നിന്റെ കൂടാരത്തിനകത്ത് എന്റെ കർത്താവിന്റെ കരം നീതിയോടെ വെളിപ്പെട്ടു നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആ കരം കുറുകാത്ത കരമാ, ആ കരം താഴാത്ത കരമാ, ആ കരം താങ്ങുന്ന കരമാ, ആ കരം നിന്നെ ഉയർത്തുന്ന കരമാ. ഒരു ദുർവ്യാധി അവന് പിടിച്ചു, അവൻ ഇനി എഴുന്നേൽക്കത്തില്ല, അവന്റെ പേരിനി ഇല്ല എന്ന് വിധി എഴുതിയ സങ്കീർത്തനക്കാരനെ പോലെ നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരായി വിധി എഴുതിയ അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറയുവാൻ നിന്റെ ആദരത്തെ വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് നിറച്ചത് എന്റെ കരമാണെന്ന് ആത്മാവ് ദാസിയോട് ദൂതിടപെടുകയാണ്. ക്ഷീണിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ഉടമാറകൽക്കനായുധം ധരിച്ച വില്ലാളികളെ എഫ്രൈമ്യർ പിന്തിരിഞ്ഞവർ പോയെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലല്ല. ആത്മ പറയുകയാണ്, പടയ്ക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ പടക്കുതിരയെ പോലെ പോർക്കളത്തിൽ അരരാടാൻ പരിശുദ്ധ ആത്മാവ് നിന്നെ കാണുകയാണ്. പ്രായം എനിക്ക് വിഷയമല്ല, സാഹചര്യം എനിക്ക് വിഷയമല്ല, അവസ്ഥകൾ എനിക്ക് വിഷയമല്ല, ഞാൻ എഴുന്നേൽപ്പിക്കും. ഓ, എന്റെ കരം തടുക്കാൻ ആർക്കാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ഉണർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങട്ടെ. ഉൾവലികളും വടംവലികളും ഞാൻ നിർത്തൽ ചെയ്യും. യോർദാന്റെ അടിത്തട്ടിൽ മുങ്ങിപ്പോയ ഇരുമ്പ് അടകജന പ്രവാചകൻ കൊമ്പ് വെട്ടി എറിയുമ്പോൾ അത് പൊങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവ് ചില നന്മകളെ അടിത്തട്ടിനകത്തുനിന്ന് പൊക്കിക്കൊണ്ടുവരിക. നീ കൈനീട്ടി അത് പിടിക്കാൻ പോകുകയാ, നീ അത് കൈനീട്ടി പ്രാപിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദാസിയോട് ദൂതുണർത്തുകയാണ്. തളരാതെ പ്രാർത്ഥനയിൽ ഉത്സുകയാക. ജഡം ബലഹീനതയാ, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാ. പരിശുദ്ധാത്മാ പറയുക, കുഞ്ഞേ, നിന്റെ ഉള്ളിൽ ഒരുക്കമുള്ള ഒരു ആത്മാവുണ്ട്, സ്ഥിരമായ ഒരു ആത്മാവുണ്ട്. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകാത്തവരാ. അത്തരത്തിൽ ഒരഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അത് ഊതി കത്തിച്ചോണം, അത് തെളിയിച്ചെടുത്തോണം. ഞാൻ നിന്നെ ശക്തിയോടെ അതര മൂർച്ചയുള്ള ഒരായുധമാക്കി തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന ഇടപെടുന്നു.
പ്രാർത്ഥിച്ചൊരുങ്ങട്ടെ, ഞാൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഹല്ലേലൂയ, എനിക്ക് തന്ന സമയം ഇനി ഒരു 8 മിനിറ്റ് കൂടെ എൻ്റെ മുൻപിലുണ്ട്. വേഗത്തിൽ ഞാൻ ഹല്ലേലൂയ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, നാം ആരായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. രണ്ട്, ഇപ്പോൾ ആരാകുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. ഇപ്പൊ നമ്മൾ മക്കളാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്, ആത്മിക ഗ്രഹമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്, എൻ്റെ കർത്താവിന്റെ മണവാട്ടിയാണ്. ഇത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കല്ല. ഓർത്തോണം, ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. ദൈവമക്കളെ, ഞാനിങ്ങനെ പൊതുവിൽ ദൂത് പറയുമ്പോൾ അവരവർക്കുള്ള ദൂത് നിങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയോ എഴുതി വെക്കുകയോ എന്തെങ്കിലും മറന്നു പോകരുത്. കുറിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിശ്ചയമായിട്ടും ദൈവം പറയുന്ന വാക്തത്വങ്ങൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും തന്നെ. അപ്പം പറഞ്ഞത് അത് വാക്ക് മാറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, ഇനി നമ്മൾ ആരാകും, അതുകൂടെ കമ്പി വാചകത്തിൽ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, നാം ആരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. രണ്ട്, ഇപ്പോൾ ആരാകുന്നു എന്നുള്ളതും ഓർക്കണം. ഇനി നമ്മൾ ആരാകും. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. ഓ ഹല്ലേലൂയ. ഇനി നമ്മൾ ആരാകുമെന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മൾ ആരാകും? എൻ്റെ കർത്താവിനോടൊപ്പം സദൃശ്യന്മാരാകും, കർത്താവിനെ പോലെയാകും. ഒന്നുകൂടെ കടത്തി പറഞ്ഞ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പ്രഭയ ആര് കണ്ടത്? യോഹന്നാൻ കണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നട്ടുച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഈ സൂര്യനെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റൂ? കണ്ണടിച്ചു പോവും. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട്. ആ കർത്താവ് ഇരിക്കുന്നത് പോലെ തന്നെ. കർത്താവ് ഇരിക്കുന്നത് എങ്ങനെയാ? അവൻ കോടാനകോടി പ്രഭയെ വെല്ലുന്ന വെളിച്ചത്തിൽ അവൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമ യെരൂശലേമിൽ നാം പാർക്കാൻ പോകുന്ന കൊട്ടാരത്തിൽ രാത്രിയില്ല, കുഞ്ഞാട് അതിന്റെ വിളക്ക. കാരണം ഒരു സൂര്യൻ പ്രകാശിച്ചപ്പോ ഈ ഉലകം ഇത്ര പകലായി പ്രകാശിക്കുന്നെങ്കിൽ അത് ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ വെല്ലുന്ന എന്റെ കർത്താവിന്റെ പ്രഭ എന്തായിരിക്കും? അതുകൊണ്ട് അന്ന് രാത്രി ഇല്ലാത്തത് കേട്ടോ. അപ്പൊ ആ കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുമെന്ന് പറയണമെങ്കിൽ, അങ്ങനെ നാം ദൈവത്തെ കാണണമെങ്കിൽ അവനോട് നാം സദൃശ്യന്മാരാകണം. ആദിമ ഏദേനിൽ ആദം ഹവ്വ ദമ്പതിമാർ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരുന്ന കാലത്ത് സന്ധ്യയാകുമ്പോൾ വെയിലാറുമ്പോൾ കർത്താവ് തോട്ടത്തിൽ വരും. അവർ കർത്താവുമായിട്ടൊപ്പം നടക്കും, കർത്താവുമായിട്ട് സംസാരിക്കും, കർത്താവുമായിട്ട് സഹവസിക്കും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ആ തേജസ്സിന്റെ വസ്ത്രം എനിക്കും നിങ്ങൾക്കും ഇനി കിട്ടാൻ പോകുകയാണ്. നാം അവനോട് സദൃശ്യന്മാരാകും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. നാം ദൈവത്തെ സേവിക്കുന്നതിന്റെ മഹത്വം അങ്ങേ അക്കരെ ഹല്ലേലൂയ നമുക്ക് വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തന്മാർ പാടിയത്, ഇക്കരെ നേടിയതിന്റെ വില നാം അക്കരെ അറിയും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയുടെ യാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നമ്മുടെ ഓട്ടം വെറുതെയല്ല, നമ്മുടെ അധ്വാനം വെറുതെയല്ല. മേരി റോബർട്ട് എന്ന് പറയുന്ന ആന്റിയോട് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാണ്. ആന്റി, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നീ ചെയ്തതൊന്നും നഷ്ടമല്ല കേട്ടോ, അത് പ്രതിഫലത്തിന്റെ കണക്കിൽ തമ്പുരാൻ കുറിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാണ്. കാലവറുക്കാൻ ചെന്ന രൂത്തിനെ അടമാറകതൽക്ക അടകജൽക്കൻ 6 ഇടങ്ങളിൽ യവം കൊടുത്ത് ബോവ സാദരിച്ചതുപോലെ ഒരു പ്രതിഫലം നിനക്ക്
കൊണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ക്ലേമന്ത് മുതലായവരെന്ന് എഴുതപ്പെട്ടതുപോലെ ഈ ഉലകിൽ നിനക്ക് കിട്ടിയതിനല്ല നീ സന്തോഷിക്കേണ്ടത്, ഉയരത്തിൽ നിന്റെ പേരെഴുതിയതിനും നിനക്ക് പ്രതിഫലമുള്ളതും ഓർത്ത് നീ സന്തോഷിച്ചോളാൻ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൂതിടപെടുകയാണ്. നീ കൊടുത്ത ആഹാരവും നീ കൊടുത്ത വെള്ളവും നീ ചെലവിട്ടതുമെല്ലാം അപ്പന്റെ കണക്കിലേറിയിട്ടുണ്ടെന്ന് ആത്മാവ് ദാസ്യം നിന്നോട് ദൂതിടപെടുകയാണ്. ഇവിടെ കിട്ടിയതെല്ലാം ചെറിയ ഗിഫ്റ്റുകളെ കേട്ടോ. ഇതിലൊന്നിലും നീ തൃപ്തിപ്പെടരുതെന്ന് പരിശുദ്ധാത്മാവ് ദൂതിടപെടുകയാ. അതരകടകൾക്കനാന്തര തലമുറ കിട്ടിയത്, വീട് കിട്ടിയത്, സമ്പത്ത് കിട്ടിയത്, ആരോഗ്യം കിട്ടിയത്, ഇതൊക്കെ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതിടപെടുകയാ. പക്ഷെ ഇതിനപ്പുറത്ത് നിനക്കൊരു പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദാസിയോട് ശക്തമായി ഇടപെടുകയാ. നിന്റെ ഓട്ടവും പ്രയത്നവും അധ്വാനം വെറുതെയല്ല എന്ന് ആത്മാവ് നിന്നോട് ശക്തമായിട്ട് ദൂതിടപെടുകയാ. കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ ഇണ വരാറായെന്ന് പരിശുദ്ധാത്മാവ് പ്രിയ ദാസിയോട് ദൂതിടപെടുകയാണ്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ ഓട്ടം വെറുതെയല്ല, നിന്റെ പ്രയത്നം വെറുതെയല്ല, നിന്റെ അധ്വാനം വെറുതെയല്ല. ഇതെല്ലാം നന്മയ്ക്കായി പരിശുദ്ധാത്മാവ് കണക്കിടുകയാണ്. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ അടകജൽക്കനവന്റെ സന്നിധിയിൽ അടമാറകൽക്കന ചേർന്ന് നിൽക്കട്ടെ. എന്റെ മഹത്വം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പ്രിയ ദാസിയോട് ദൂതിടപെടുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ വിരമിപ്പിക്കുകയാണ്. ദൈവവേദലേ, നാം അവനോട് സദൃശ്യന്മാരാകും. 2, നാം എന്നേക്കും രാജാക്കന്മാരായി അവനോട് കൂടെ വാഴും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം അവന്റെ മുഖം കാണും, നാം അവിടെ രാജാക്കന്മാരെ പോലെ വാഴും. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനോടൊപ്പം സഹിക്കുന്ന നമ്മൾ അവനോടൊപ്പം കൂടെ വാഴും. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിന്ന് സഹിച്ചതിന്, പരിഹാസം സഹിച്ചതിന്, ഒറ്റപ്പെടൽ അനുഭവിച്ചതിനൊക്കെ അവിടെ നമുക്ക് ഹല്ലേലൂയ അവനോടൊപ്പം രാജാക്കന്മാരെ പോലെ നാം വാഴും. ഹല്ലേലൂയ, നാം തേജസ്സിൽ വെളിപ്പെടും. 3-ാമത് കൊലോസ്യ ലേഖനം 3-1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ക്രിസ്തുവിനോട് കൂടെ നാം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അവസാനമായിട്ട് നാം അവനോടുകൂടെ ലോകത്തെ ന്യായം വിധിക്കും. നാം ആരാകും? 1, നാം അവനോടുകൂടെ സദൃശ്യന്മാരാകും. 2, നാം രാജാക്കന്മാരെ പോലെ ഹല്ലേലൂയ അവിടെ വാഴും. 3, ഹല്ലേലൂയ നാം തേജസ്സിൽ വെളിപ്പെടും. 4, നാം ലോകത്തെ ന്യായം വിധിക്കും. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, എന്റെ നിര്യാണത്തിന് മുൻപ് ഇത് ഓർപ്പിക്കുന്നത് എനിക്ക് യുക്തമെന്ന് തോന്നി. അത് നിങ്ങൾ എന്റെ നിര്യാണത്തിന് ശേഷവും ഓർക്കുമെന്ന് ഞാൻ ഹല്ലേലൂയ ഉറപ്പിക്കുന്നു, ഉത്സാഹിക്കുന്നു. ഈ സന്ധ്യയിലെ എല്ലാ കണ്ണുകളും നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ദൈവത്തിന്റെ തൃപ്പാദത്തിലായിരുന്നല്ലോ. ദൈവമക്കളെ, നമ്മൾ എവിടെ ആയിരുന്നു? പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ ഒരു കണ്ണിനും കരുണ തോന്നാതിരുന്നപ്പോ ഹല്ലേലൂയ അവൻ നമ്മെ തേടി വന്ന വിശ്വസ്തത ഓർക്കുമ്പോ അന്ധകാരത്തിൽ നിന്ന് വിടിവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി, രാജകീയ പുരോഹിത വർഗമായി, ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ എത്ര സ്തുതിച്ചാലും അത് അധികമാകത്തില്ല, എത്ര സ്തുതിച്ചാലും മതി വരികയുമില്ല. ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിക്കാം. ഇപ്പോൾ നാം ആരാകുന്നു? ദൈവത്തിന്റെ മക്കളാകുന്നു, ദൈവത്തിന്റെ ഗ്രഹമാകുന്നു, ദൈവത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ മണവാട്ടിയാകുന്നു. നമ്മളെ അവൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ ഹൃദയം വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം ഓരോ സെക്കൻഡുകളിലും ജാഗ്രതയുള്ളവരായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നാം മക്കളുണ്ടെങ്കിൽ ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ നമുക്ക് കിട്ടും. അത് മക്കളായത് കൊണ്ടാ. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്.
അവര് നന്നായി വരാൻ, അവര് നല്ല സ്വഭാവക്കാരായി മാറാൻ, സമൂഹത്തിന്റെ മുൻപിൽ തെറ്റില്ലാത്ത സ്റ്റാറ്റസോടെ നിൽക്കാൻ അർഹരാകാനാ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പരിശോധനകൾ നമ്മെ തകർക്കാനല്ല, മക്കളായതുകൊണ്ട് അപ്പന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ നടത്താൻ വേണ്ടിയാ. ഇനി നമ്മൾ ആരാകും? എൻ്റെ കർത്താവിനെ പോലെ നമ്മളാകും. 2, നാം രാജാക്കന്മാരെ പോലെ വാഴും. 3, ഹല്ലേലൂയ, അവനോടൊപ്പം ലോകത്തെ ന്യായം വിധിക്കും, അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. ഈ ഭാഗ്യാവസ്ഥയെ ഓർക്കുന്ന നമുക്ക് മനസ്സ് ക്ഷീണിക്കത്തില്ല. ഹൃദയം തളരുമ്പോ ഇതുവരെ നടത്തിയ വിധത്തെ ഓർക്കണം. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന പദവി ഓർക്കണം. ഇനി ഞാൻ ആകാൻ പോകുന്ന പദവിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഹൃദയത്തിലെ ക്ഷീണങ്ങളെല്ലാം മാറിപ്പോകും. ഇന്ന് ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് തലവണങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നപ്പാ. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ പോകേണ്ടത് വലിയ നരകത്തിലായിരുന്നു. ആ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചപ്പോ, വഴിയടയപ്പെട്ടപ്പം എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയപ്പോ, ആ അപകടം നടന്നപ്പോ എൻ്റെ പ്രാണൻ പോയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ അന്ന് പോകേണ്ടത് വൻ നരകത്തിലായിരുന്നു. പക്ഷെ നിന്റെ കൃപയും കരുണയും അനുഭവിപ്പാൻ നീ എനിക്ക് കൃപ തന്നല്ലോ. നന്ദിയപ്പാ. എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചല്ലോ. നന്ദി കർത്താവേ. എന്നെ മക്കൾ, മകൾ, മകൻ എന്ന പദവിയിലാക്കി വെച്ചല്ലോ. നന്ദിയപ്പ. ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ വരുമ്പോ ക്ഷീണിച്ചു പോകാനല്ല, ആ ആത്മിക ഗ്രഹത്തോടെ ചേർത്ത് പണിയുന്ന ജീവനുള്ള കല്ലായി മാറുവാനൊരു കൃപ എന്റെ മേൽ പകരണം. ആ തലയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി മാറാൻ ദൈവം എന്നെ ശക്തീകരിക്കണം. ആ കാന്തന്റെ മണവാട്ടിയായി മാറാൻ, നിർമ്മലവും നിഷ്കളങ്കവുമുള്ള കറ ചുളുക്കം വാട്ട മാലിന്യമില്ലാത്ത നിർമ്മല കന്യകയായി മാറാനുള്ള അനുഭവം ദൈവമേ നീ എനിക്ക് തരണം. കർത്താവേ, നിന്നോടൊപ്പം വാഴുന്ന ആ സുദിനത്തിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചു നിർത്താം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സായാഹ്നത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ അപ്പന്റെ പാദപീഠത്തിലായിരിക്കാൻ കൃപ തന്നല്ലോ. വചനത്തിലൂടെയും വ്യക്തിപരമായ ആലോചനയിലൂടെയും കേൾപ്പിച്ച വിലപ്പെട്ട അങ്ങയുടെ ഇൻപശബ്ദത്തിന് നന്ദി. കർത്താവ്, ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ, ഞങ്ങൾ തളരുമ്പോൾ, ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ മനസ്സ് മടുത്തു പോകുമ്പോഴൊക്കെ നിന്റെ ശബ്ദമാണ് ഞങ്ങളെ ഊർജപ്പെടുത്തി പ്രചോദനപ്പെടുത്തി നടത്തുന്നത്. ആ ശബ്ദത്തിന്റെ കീഴിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഈ കൂട്ടായ്മയെ ദൈവം ശക്തീകരിക്കണം. ഇന്ന് തലവണങ്ങപ്പെട്ട എല്ലാ ദൈവമക്കളെയും സ്വർഗം അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ആരും വെറും കൈയോടെ പോകല്ലപ്പ. കർത്താവ്, വ്യക്തിപരമായി ഇടപെട്ടില്ലെങ്കിലും ദൈവവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും നൽകണം. രോഗികളായിട്ടോ ക്ഷീണിതരായിട്ടോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവിക രോഗശാന്തി അവരുടെ മേൽ കർത്താവ്, രോഗോപശാന്തിയോടെ നീതി സൂര്യനായ കർത്താവ് ഒന്ന് സ്പർശിക്കേണ്ടതിന് ഞാൻ അധികാരത്തോടെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അടുത്ത മീറ്റിങ്ങുകളിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള സാക്ഷ്യവാചകങ്ങൾ ഉയരുവാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കട്ടെ, തലമുറകളിൽ വിടുതലുകൾ നടക്കട്ടെ. കർത്താവ്, ഈ കൂട്ടായ്മ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസിയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങൾക്ക് പ്രയോജനമുള്ള ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് കെട്ടുമണിക്കതൊരു മുഖാന്തരമായി മാറട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി. കർത്താവെ, അങ്ങ് തന്ന കൃപയ്ക്കൊത്തവണ്ണം അങ്ങ് തന്ന ആലോചനകളൊക്കെ കൈമാറി ഇത് ഹൃദയത്തിൽ നിന്ന് ശത്രു എടുത്തുകൊണ്ടു പോകാതെ അത് നിലനിൽക്കുന്ന കർത്താവെ ഫലം കൊടുക്കുന്നതായി മാറുവാൻ സ്വർഗം സഹായിക്കണം. മഹത്വം എൻ്റെ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും